നമസ്കാരം. വെള്ളി നക്ഷത്രങ്ങളിലെ ഒരു പുതിയ കാഴ്ചയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞും അതിലെ ചില കഥാപാത്രങ്ങൾ ഒരുപക്ഷെ അവരുടെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഇങ്ങ് പോരും. ആ കഥാപാത്രങ്ങളുടെ ഒരു പ്രസൻസ് നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ അല്ലെങ്കിൽ നടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ തീർച്ചയായും ആഗ്രഹിക്കും. അത്തരത്തിൽ കഴിഞ്ഞ കുറേ ചിത്രങ്ങളിലായി എന്ത് തരം കഥാപാത്രമായാലും എത്ര ചെറുതോ വലുതോ ആയാലും തൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യിച്ച ഒരു യുവനടൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യിക്കുന്ന ഒരു യുവനടൻ, ആ നടനാണ് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ ബിനോയ് നമ്പാല. ബിനോയ്, ഹായ്. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ബിനോയ് ഇന്നിപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു കിസ്മത്താണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് കിസ്മത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് ബിനോയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. കിസ്മത്തിലെ കഥാപാത്രം ഷിഹാബിനെ കുറിച്ച് ഞാൻ ചോദിച്ച് പറയുന്നേക്കാൾ ബിനോയ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും എൻ്റെ ഭംഗി. കിസ്മത്തിലെ കഥാപാത്രം ആൾക്കാർ സിനിമ കണ്ടിട്ട് നമ്മളെ വിളിക്കുക, അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും അവർക്കൊരു ഹലോ ബിനോയ് അല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു സൈലൻസ് ആണ്. എനിക്ക് തോന്നുന്നു ആ സൈലൻസ് ആയിരിക്കും ഷിഹാബിൻ്റെയും ബിനോയുടെയും കിസ്മത്തിൻ്റെയും കൂടെ വിജയം. തീർച്ചയായിട്ടും പിന്നെ പറയണുള്ളൂ. അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവണം ആ സൈലൻസിലൂടെയാണ്. സാധാരണ നമ്മളെ വിളിച്ച് ഹലോ ബിനോയ് അല്ലേ, ഓക്കെ കുഴപ്പമില്ല കേട്ടോ, പടം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വരും. ഹലോ ബിനോയ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹലോ കേൾക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ കുറച്ച് പറയണമായിരിക്കുമല്ലോ എപ്പോഴും നന്നാവുക. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ എന്താ പറയുക, ഒരു പ്രദേശത്തിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ഭയങ്കര വൈകാരികതയായിട്ടുള്ളൊരു സിനിമയും കൂടാണ്. പക്ഷെ ആ ഒരു വൈകാരികത ശരിക്കും സംഭവ കഥയാണ്. പക്ഷെ ആ ഒരു ദേശത്തിൻ്റെ മാത്രം വൈകാരികത മൊത്തം മലയാളികളും ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. അതെ, അത് പ്രത്യേകിച്ച് ഈ വടക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മലപ്പുറം അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ഈ ഒരു നാട്ടിൻപുറം ഒരു സ്ലാങ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അത് സിനിമയെ ഭയങ്കര വല്ലാത്തൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. അത് പക്ഷെ അതും ഓവർകം ചെയ്ത സിനിമകളുണ്ട്. അതിലേക്ക് ഇപ്പോൾ കിസ്മത്തും അല്ലെ, ശരിയൊരു തനി പൊന്നാനി സിനിമയാണ് കിസ്മത്ത്. അതെ അതെ അതെ, എല്ലാം അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ചിത്രീകരിച്ച് അവസാനത്തെ പാട്ടൊഴികെ ബാക്കി എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് പൊന്നാനിയിൽ തന്നെയാണ്. അപ്പോൾ പൊന്നാനിക്കാർക്ക് വൈകാരികം എന്ന് പറയാൻ പൊന്നാനിയിൽ 2010-11 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ കഥയാണിത്. പിന്നെ അവിടുത്തെ സാധാരണക്കാർ നോക്കുമ്പോൾ അവർ ചായ കുടിക്കണ കട, അവർ മീൻ വാങ്ങാൻ പോണ മാർക്കറ്റ്, അല്ലെങ്കിൽ അരി മേടിക്കാൻ പോണ സ്ഥലം എല്ലാം അതേപോലെയാണ് സിനിമയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ അവർ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ പറയണത് ഇതാണ്, ഞങ്ങൾ നടന്ന വഴിയിൽ ഞങ്ങൾ മുന്നിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. ആ വഴിയിലേക്ക്, കിസ്മത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ ഷിഹാബിലേക്ക് എങ്ങനെയാണ് ബിനോയ് വന്നു കയറുന്നത്? എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് ബിനോയ് അതിൻ്റെ? ഞാൻ അതിനകത്തേക്ക് ശരിക്കും വരുന്നത് എൻ്റെ സുഹൃത്ത് വിജയകുമാർ, ഞങ്ങൾ ഒന്നിച്ച് കാലടി യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. വിജയകുമാറാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പം വിജയകുമാർ ആണ് എന്നെ ശരിക്കും ഷാനവാസിന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരം കാണണം, സംസാരിക്കണം. അപ്പോൾ തന്നെ ഷാനവാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാനവാസിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ബിനോയ് അതിന് കറക്റ്റാണ്, ബിനോയ് ചെയ്താൽ ഓക്കെയാണ്, അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ആള് കണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് പത്മേന്ന് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഷിഹാബ് എന്ന് പറഞ്ഞ കഥാപാത്രം. ഇത്രയും ഉണ്ട് ഷിഹാബ് ഉണ്ട്. അപ്പം അതൊരു സംവിധായകൻ്റെ മിടുക്കാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, സംവിധായകൻ പ്രതീക്ഷിക്കുന്നത് ഒരു നടന് കൊടുക്കാൻ കഴിയാന്നുള്ളതും. അല്ല, രണ്ടും പരസ്പര പൂരകങ്ങളാണെങ്കിലും നമ്മ വാച്ച് ചെയ്യുക, ഒരു നടനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വാച്ച് ചെയ്യുക എന്നുള്ളത് ഒരു സ്പേസ് നമ്മളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും. അതെ. പിന്നെ ഞാൻ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ബിനോയെ നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പല പ്രേക്ഷകർക്കും ഇത് ബിനോയ് എന്ന ഒരു വ്യക്തിയാണ്, ബിനോയ് നമ്പാല എന്നൊരു ഐഡന്റിറ്റിയിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണെന്ന് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബിനോയ് ഏത് ക്യാരക്ടർ ചെയ്താലും ബിനോയ് മനസ്സിൽ രജിസ്റ്റർ ആണ്. ബിനോയുടെ സ്പേസ് അത്രയ്ക്കും ബിനോയ് യൂസ് ചെയ്യുന്നുണ്ട്.
അതൊരു എനിക്ക് തോന്നുന്നു ബിനോയുടെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആണോ എന്തായിരിക്കും അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ബിനോയ് എന്നൊരു ആക്ടർ എങ്ങനെയാണ് അപ്പം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ജീവിതത്തിൽ വേറൊരു സ്പേസിൽ നിന്ന് നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ അംഗീകാരം, അത് നമുക്ക് ഒരു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ നാടകം കളിച്ചപ്പോൾ തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതെന്നായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നാടകം അതുവരെ വെറും ടാബ്ലോയിൽ മാത്രം പങ്കെടുത്ത ഞാനൊരു 9ാം ക്ലാസ്സിൽ നാടകത്തിൽ പങ്കെടുക്കണോ, അതിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുകയാണ് എനിക്ക്. ചന്തുവിൻ്റെ വിശേഷങ്ങൾ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആൾക്കാർ പറയുന്നത് നീ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കാൻ വളരെ മോശം വിദ്യാർത്ഥിയായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന അത് കൊള്ളാം എന്ന് നമുക്ക് അവിടെ വെച്ച് തോന്നുകയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പോർട്സിലാണ് അങ്ങനെ എനിക്ക് അത്ര നല്ല ഒരു ഓട്ടത്തിലോ ചാട്ടത്തിലോ ഒന്നും മിടുക്കനല്ല. ഞാൻ വേറെ ഒന്നിലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം, എനിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ നോക്കി എനിക്ക് ഷെയ്ക്കേണ്ടിയിരുന്നു, എന്നെ നോക്കി ചിരിക്കുന്നു, നന്നായിരുന്നു എന്ന് പറയുന്നു. ആൾക്കാർ എൻ്റെ ലൈഫിൽ ആദ്യം കിട്ടുന്ന പൊതുജനത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് അത്. അപ്പോഴാണ് ഞാൻ നാടകത്തിനെ കുറിച്ച് പക്ഷെ ഒരിക്കലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോകണം എന്ന് കുറിച്ച് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു ശീലമില്ല ഒക്കെ ഉണ്ട്. എൻ്റെ വീടുമായിട്ട് ഒരു ബന്ധമില്ല, ഒന്നും ഒരു ബന്ധമില്ല. പിന്നെ 10ാം ക്ലാസ് സ്വാഭാവികമായിട്ടും പഠിക്കാൻ മോശമായൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയതാണ്. അങ്ങനെ 3rd ക്ലാസ്സിൽ പാസ്സായി. അതൊക്കെ ഭയങ്കര പിന്നെ ഞാൻ പ്രീ ഡിഗ്രി ഈ പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നാടകമുണ്ട്. പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. അപ്പം ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി വരുമ്പോൾ ഇപ്പോഴത്തെ +2 പോലെയല്ലല്ലോ, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞാൻ മുതലെടുക്കുകയും പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഞാൻ ഈ തിരുവനന്തപുരം അഭിനയ തിയേറ്റർ റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു സ്ഥാപനമാണത്. പാർവതി ചേച്ചിയൊക്കെ ഉള്ള. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നടത്തുന്ന ഒരു ക്യാമ്പ്, ടെക്നിക്കൽ തിയേറ്റർ വർക്ക്ഷോപ്പ് 2 മാസത്തെ ക്യാമ്പായിരുന്നു. പത്രത്തിൽ കണ്ടപ്പോൾ ഞാനത് അയച്ചു. എനിക്ക് വരണം എന്നൊക്കെ പറഞ്ഞത് എന്താ പരിപാടിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിന് പഠിക്കാൻ തീരുമാനിച്ചു. എന്തായാലും തിയേറ്റർ ആണ് അങ്ങനെ അപ്പോഴും തീരുമാനിച്ചില്ല. എനിക്ക് തിയേറ്റർ എന്ന് പറഞ്ഞ വാക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ പോണു. അവിടെ ഞാൻ ഇങ്ങനെ അയച്ചു, അവർ ചെല്ലാൻ പറഞ്ഞു പോണു. അവിടെ ചെന്നിട്ടാണ് തിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം, തിയേറ്ററാണ് ഇതിൻ്റെ പേര്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പോൾ എൻ്റെ നാട്ടിലെ ആൾക്കാർക്കും നമുക്കൊക്കെ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നീട്. അപ്പം ഞാനത് ആ രീതിയിൽ തന്നെ എടുത്തത്, കാരണം എനിക്കും അറിയാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു. അവിടെ നിന്നാണ് നാടകത്തിനെ കുറിച്ച് പഠിക്കുന്നതും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന് പഠിക്കണമെങ്കിൽ പല സ്ഥലം സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോയി പഠിക്കാമെന്നൊക്കെ. അഭിനയം എന്നാണ് മനസ്സിലായി. പിന്നെ അഭിനയയുടെ കൂടെ കൂടുന്നു, കുറേ നാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോകണു. അപ്പോൾ നമ്മൾ പുതിയ നാടകങ്ങൾ കാണുന്നു. പിന്നെ അതിന് സീരിയസ് ആയിട്ട് പഠിക്കാൻ തോന്നുകയും അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഡിഗ്രി എടുത്ത് തന്നെ ഇവിടെ ഈ അടുത്ത ഡിഗ്രി MA അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി നാടകം പഠിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ MA തിയേറ്ററിന് ചേരുകയാണ്. ശരിക്കും അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്താ പറയുക, എങ്ങനെയാണ് നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും മനസ്സിലാക്കിയത്. അവിടെ നിന്നാണ് ശരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങണത്. അതിനെ പറ്റിയ സ്ഥലമാണല്ലോ കാലടി. അതുമാത്രമല്ല, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് പഠിത്തം എത്രത്തോളം സന്തോഷകരമായ പ്രോസസ്സാണെന്ന് മനസ്സിലായത്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പഠിക്കുമ്പോഴാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അപ്പം പിന്നെ അവിടെ പഠിക്കണു. അത് കഴിഞ്ഞിട്ട് MPhil ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്ത്, ബാലേട്ടൻ്റെ അടുത്ത്. ബാലേട്ടൻ സ്നേഹപൂർവ്വം വിളിക്കുന്ന P. ബാലേട്ടൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും കാലടിയിൽ PhD ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഗോപൻ ചിദംബരത്തിൻ്റെ. അപ്പം അത് ഒരു ഇഷ്ടമുള്ള മേഖലയിൽ വന്ന് പെട്ടപ്പോൾ പഠിത്തത്തിൽ മിടുക്കനാണെന്ന് തെളിയിച്ചതിൻ്റെ കഥയാണ്. ഇതിൻ്റെ ഇടയിൽ സിനിമയിലേക്കുള്ള ഒരു ടേൺ എവിടെ നിന്നാണ്, എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. അഭിനയിക്കും. അത് 2004 മുതൽ 2010 വരെ ഏകദേശം 6 വർഷത്തോളം ചക്കീസ് ശങ്കരം എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് വിനോദും കൂടെ കളിച്ചിട്ടില്ല. അപ്പോൾ അതൊരു 850ഓളം സ്റ്റേജുകൾ കളിച്ചിട്ടുണ്ട് ഈ 6 വർഷം കൊണ്ട്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യ മുഴുവനും കളിച്ചിട്ടുണ്ട് ഏകദേശം. സൂര്യകൃഷ്ണമൂർത്തി സാറാണ് അവസാന സമയത്ത് അത്
പ്രൊമോട്ട് ചെയ്തിരുന്നു. സാറിൻ്റെ എല്ലാ ഫെസ്റ്റിവലിലും ഇന്ത്യക്ക് വെളിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ടൈപ്പ് ആവാൻ തുടങ്ങി. അപ്പോൾ അത് ജയപ്രകാശ് സാറാണ് അത് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കളിച്ച് അപ്പം നമുക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു അല്ലലും ഇല്ല. നാടകം 2 പേര് പോയാൽ മതി, അത്യാവശ്യം കാശ് കിട്ടും, സ്ഥിരമായിട്ട് കളികളുണ്ട്. അപ്പോൾ നാടകക്കാർ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്ന വളരെ കുറവായിരിക്കുന്നതാണ്, ഉണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്നാൽ സീരിയസ് ആയിട്ട് ഭയങ്കര കൂട്ടത്തോടുള്ള നാടകമല്ല കളിക്കുന്നത്. ഇത് നാടകമാണെന്ന് വെച്ചാൽ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല അത് നാടകമാണെന്ന്. ഇതും നാടകമാണ് അത്രേ അറിയുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവുകൊണ്ട് ആൾക്കാർ സ്ഥിരം വിളിച്ച് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കളിച്ച് പിന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ പത്രം വായിച്ചിട്ട് അതുവരെ ഞങ്ങൾ പറയും ഈ പരിപാടിയിൽ. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത്. കളിച്ച് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാൾ നമ്മളെ മരിച്ച ഭരത് മുരളി സാറാണ്. മുരളി സാറ് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് അതെന്ന് വെച്ചാൽ സൂര്യയ്ക്ക് അതൊരു 3-4 എപ്പിസോഡായിട്ട് ഓരോ വർഷം ഓരോ പുതിയ എപ്പിസോഡ് ഇറക്കും. ചക്കി ശങ്കരം 1-ാം ഭാഗം, ചക്കി ശങ്കരം 2-ാം ഭാഗം, 5 ഭാഗങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ 2.5 മണിക്കൂറുണ്ട്. ഞങ്ങളൊരു 1.5 മണിക്കൂറൊക്കെ കളിക്കുള്ളൂ, 3/4 മണിക്കൂർ വെച്ചിട്ട് ഒരു സ്ഥലത്ത്. അതിനുശേഷം കുറേ അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. രഞ്ജിത്ത് സാറ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടുണ്ടാവാം, എവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ സാറ് പാലേരി മാണിക്യത്തിൻ്റെ ഒരു ക്യാമ്പ് വെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് കുളൂർ മാഷ് പറഞ്ഞു, എടാ നീ അതിന് പങ്കെടുക്കണം, ഞങ്ങളൊക്കെയാണ് അതിൻ്റെ ഈ കമ്മിറ്റിയിൽ. അപ്പം രഞ്ജിത്ത് സാറ് കുറച്ച് ആൾക്കാരെ പേര് തന്നുണ്ട്, നിൻ്റെ പേരൊക്കെ ഉണ്ട്, നീ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആ 10 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കണു. നല്ല ക്യാമ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ക്യാമ്പായിരുന്നു. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടുമല്ല, എന്ന നാടകത്തിന് വേണ്ടിയിട്ടും അല്ലാത്ത ഒരു, കാരണം എന്താണ് ഒരാളുടെ ആക്ടിങ് പവർ അല്ലെങ്കിൽ ഒരാളുടെ കോൺസെൻട്രേഷൻ, എങ്ങനെയാണ് അയാൾ ഇപ്പോൾ ക്യാമറയെ അഭിമുഖീകരിക്കേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. ജനറലി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, ആ ക്യാമ്പ് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് പല സമയത്ത്. കാരണം ഞാൻ 2-ാമത്തെ ദിവസം തന്നെ ഞാൻ രഞ്ജിത്ത് സാറിനോട്, സാറേ ഞാൻ പോവാണ്, എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. 30 പേരെ ക്യാമ്പിലുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ എന്താ വെച്ചാൽ നമുക്കൊരു പാരഗ്രാഫ് വരും പഠിക്കാൻ. അത് വെച്ചാൽ ഈ പാലേരി മാണിക്യത്തിൻ്റെ ടെക്സ്റ്റിലുള്ള ഒരു എന്തെങ്കിലും ഒരാളുടെ ഡയലോഗ്, എന്നിട്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അത് പറയണം. എന്നെ കൊണ്ട് പറ്റൂല, പറയാൻ പറ്റൂല. അപ്പോൾ 29 പേരും പറഞ്ഞു എനിക്ക് പറയാൻ പറ്റണില്ല. പറയാൻ പറ്റില്ല, ഞാൻ തകർന്നു പോയി സത്യം പറഞ്ഞാൽ. എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോയി. പിന്നെ എനിക്ക് എന്നോട് പറഞ്ഞു, നീ പറഞ്ഞിട്ട് വന്നാൽ മതി, നീ പോയി പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാറ് പതുക്കെ ദേഷ്യത്തിലേക്ക് വരാൻ തുടങ്ങി. ആ പരിപാടി നിനക്കെന്താ പറയാൻ പറ്റുമല്ലോ, എന്താ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എന്ത് കാര്യമുണ്ട് ഇങ്ങനെ ചീത്തയേക്കണ്ടേ, വല്ല കാര്യമുണ്ട് ഇതിനൊക്കെ വന്നിട്ട് ചീത്തയേക്കണ്ടേ. അവസാനം ഈ ശങ്കരേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ മുരളി മേനോൻ സാറാണ്. മുരളി സാറിന് എനിക്ക് അതിന് മുന്നേ അറിയാം, നാടകക്കാരൻ എന്നുള്ള ഇതിന്. ശങ്കരേട്ടൻ പറഞ്ഞാൽ നിനക്ക് പറ്റൂടാ എന്നൊക്കെ പറഞ്ഞാൽ ശങ്കരേട്ടൻ അപ്പുറത്ത് കൊണ്ടുപോയി പുറത്തൊക്കെ തട്ടി ഞാനൊരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ച്. അപ്പം അന്ന് വൈകുന്നേരം എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഇതിൻ്റെ ആവശ്യമില്ല എന്നെ സംബന്ധിച്ചോളം. ഇങ്ങനെ ചീത്ത കേട്ട് ഇനിയിപ്പം ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിലാണല്ലോ, അപ്പോൾ ചീത്തകളുടെ പ്രളയമായിരിക്കും, ചീത്ത അത്രയായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇതിന് നിൽക്കണേ? ഞാൻ വൈകുന്നേരം രഞ്ജിത്ത് സാറും മുരളി സാറും നിൽക്കുമ്പോൾ, സാറേ ഈ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പോവാണ്, എനിക്ക് ഇങ്ങനെ ചീത്ത കേട്ടിട്ട് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് സന്തോഷം കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രഞ്ജിത്ത് സാറ് എന്തോ നീ പോകുന്ന വേണ്ട, എന്തിനാ പോണേ? മുരളി സാറ് വേറെ എന്തോ ഒരു അവർക്കും തോന്നി എന്താണ് പരിപാടി, എനിക്ക് അവർക്കും പിടുത്തം കിട്ടാത്തൊരെന്തോ. അപ്പോൾ ഞാൻ അതല്ല സാർ, എനിക്ക് ഒരു ഇത് കിട്ടണമല്ലോ, വെറുതെ ഞാനിങ്ങനെ ചീത്ത കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് പേടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരു ഇതൊന്നും അല്ലല്ലോ ഇത്. അല്ലല്ല നീ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ നിൽക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ ക്യാമ്പ് കഴിഞ്ഞപ്പം 10 ദിവസമായിരുന്നു. 9-ാമത്തെ ദിവസമായിട്ട് മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും ഈ പ്രോസസ്സ് ഉണ്ട്, എന്നും ഉച്ചയ്ക്ക് ശേഷത്താണ് പരിപാടി. മമ്മൂക്കയുടെ ഫ്രണ്ടിൽ ഒരു ക്യാരക്ടർ പഠിച്ച് പറയൽ പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെ റിയാലിറ്റി ഷോന്റെ വേറൊരു പരിപാടി, റിയാലിറ്റി ഷോ അല്ല, പക്ഷേ സിദ്ദിഖ് സാറ്, സായി കുമാർ സാറ്, മമ്മൂക്ക, ഇങ്ങനെയുള്ള നടൻ സിദ്ദിഖ് സാറ്, ഡയറക്ടർ രണ്ടുപേരുണ്ട്. അപ്പോൾ മമ്മൂക്ക ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച പെർഫോമൻസ് എൻ്റെ ആയിരുന്നു. മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്കത്തെ അങ്ങനത്തെ ഒരു റിയാലിറ്റി പരിപാടിയിൽ തിരഞ്ഞെടുത്ത് എന്നായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് സാറിന് ഇപ്പം മനസ്സിലായില്ലേ ഇതാണ് പരിപാടി. എന്നിട്ട് പക്ഷേ അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി.
സിനിമ ഓക്കെ ആയി, പലരുമാണിക്കം അങ്ങനെ കഴിഞ്ഞ് ആ സിനിമയിൽ ഞാൻ മാത്രമേ അഭിനയിക്കാത്തുള്ളൂ. ഞാനും അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് കണ്ടതുപോലെ ഇല്ലല്ലോ, അതെന്ത് പറ്റിയതാ? അത് എന്ത് പറ്റിയാന്ന് എനിക്ക് ഇന്ത്യൻ റുപ്പി വന്നപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ. അത് രഞ്ജി സാറിനെ ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാൾ. അയാൾ നമ്മളെ എവിടെയാണോ പരിഗണിക്കുന്നത് അവിടെ മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അത് ജീവിതത്തിലായാലും സിനിമയിലായാലും. അപ്പോൾ രഞ്ജി സാറാണ് എന്നെ സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ റുപ്പിയാണോ? ഇന്ത്യൻ റുപ്പി ആയിരിക്കുമല്ലോ എല്ലാവരും കണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ ഒരാൾ ഇന്ന സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് ഇന്ത്യൻ റുപ്പി ആയിരിക്കും. അല്ലേ? ഞാൻ പറയാം, ഞാൻ ഇന്ന മുന്നേ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അൻവർ എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒറ്റ ഷോട്ടിലേ ഉള്ളൂ. അതൊക്കെ ഞാനെല്ലാം പറഞ്ഞു തരേണ്ടി വരും. അൻവറിൽ അത് ഒരു ജയിലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോണ ഒരു പയ്യൻ, പായൊക്കെ ചുരുട്ടി കക്ഷത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോണ ഒരു പയ്യൻ. പൃഥ്വിരാജിൻ്റെ ഡയലോഗ് ഉണ്ട് ഇങ്ങനെ, അതിലിങ്ങനെ എൻ്റെ ഒരു സജഷൻ. പക്ഷേ എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടിയതും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആൾക്കാരേറ്റവും എന്താ പറയുക അങ്ങനെ പറയണതും ഒക്കെ എന്നോട് ചിലപ്പോൾ ചോദിക്കാൻ മടിയാ ചില ആൾക്കാർക്ക്, ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്താ കാരണം എന്നറിയാം? ആൾക്കാർ വിചാരം ഞാൻ ഓൾറെഡി അങ്ങനെയാണെന്നാണ്. സത്യമായിട്ട് ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒരു സഹതാപത്തോടെയൊക്കെ നോക്കുന്നത്. ഇതിനെനിക്ക് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയവളെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രഞ്ജി സാറിൻ്റെ വീട്ടിൽ നമ്മൾ വെറുതെ എല്ലാവരും വെറുതെ ഒത്തുകൂടി വൈകുന്നേരം വീട്ടിൽ, കോഴിക്കോട് വീട്ടിൽ. അപ്പോൾ രഞ്ജി സാർ പറഞ്ഞു, നിനക്ക് ഒരു ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സാറ് ചെന്നൈയിൽ പ്രിവ്യൂ വെച്ചപ്പോൾ മണിരത്നം സാർ ചോദിച്ചെന്ന്, ഇത് കൃത്യമായിട്ടും ആ കുട്ടിക്ക് അങ്ങനെ രോഗമുണ്ടോ? രഞ്ജിയേട്ടനൊക്കെ ആകുമ്പോൾ അങ്ങനെ ചോദ്യം വന്നില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ. പക്ഷെ അത് ഒരു ആക്ടറെ സംബന്ധിച്ച് കിട്ടാവുന്ന അല്ലേ ശരിക്കും? അതിന്റെ രൂപം ഒക്കെ അതിന് അല്ല എന്തോ എന്നാലും ഇങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കോംപ്ലിമെന്റിന്റെ അല്ല. അത് പിന്നെ എന്താ അതിൻ്റെ ഒരു നമുക്ക് അങ്ങനെ ആക്ടിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണല്ലോ. നമുക്ക് തരാൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അതിഭീകരന്മാരായിട്ടുള്ള രണ്ടാൾക്കാരാണ്, തിലകൻ സാറും കൽപ്പന ചേച്ചിയും. അപ്പം അവരെ കൂടെ നമ്മൾ വെറുതെ നിന്ന് നമ്മൾ ആക്ടറായി പോകും, ആക്ട് ചെയ്ത് പോയതാണ്. നമ്മൾ അങ്ങനെ ആയി പോകും. കാരണം അങ്ങനെയാണ് നമ്മളെ റെസ്പോൺസിന്. അപ്പം നമ്മളങ്ങ് ചെയ്തു പോകും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു മികച്ച നടനാവും. തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ കാരണം. പിന്നെ ഇന്ത്യൻ റുപ്പിക്ക് ശേഷം പിന്നെ ബിനോയ്ക്ക് ഒരു സിനിമ എന്നുള്ളൊരു സാധനം, സിനിമ നല്ല ക്യാരക്ടർ ഇത് സിനിമ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എന്തോ നിർഭാഗ്യവശാൽ ഒരുപാട് ഓടിയില്ല. മമ്മൂക്കയുടെ ഒരു സിനിമ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഞാൻ നല്ല മികച്ച റോൾ എനിക്ക് വിനു സാർ തന്നിട്ടുണ്ട്. അതും രഞ്ജി സാർ വഴി അങ്ങനെ വന്നിട്ടുള്ള റോളായിരുന്നു. അത് നല്ല വേഷമായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേഷം അത് തന്നെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നത്തെ ഒരു ഇതുവരെയ്ക്കുള്ള പറയുമ്പോൾ എങ്ങനെയായിരിക്കും വെച്ചാൽ എല്ലാം എനിക്കിഷ്ടമായിരുന്നു അഭിനയിച്ച എല്ലാം. ഇപ്പം ഒരു ഷോട്ടിലുള്ള സിനിമയിലും ഞാനിപ്പോൾ അടുത്ത കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിഷ്ടമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇഷ്ടം എന്നതിനേക്കാൾ കൂടുതൽ ഞാനിത് ഈ സിനിമ നാടകം തന്നെയാണ് എൻ്റെ ഇത്രയും കാലമുള്ള ജീവിതം. അപ്പോൾ അതിനകത്ത് എന്ത് വന്നാലും നമുക്കത് സത്യസന്ധമായി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രാജമാറ്റി യാഹു എന്ന് പറഞ്ഞ സിനിമയിൽ 2 ഷോട്ടുകളാണ്, 2 ഷോട്ടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ അതിനകത്ത് അഭിനയിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ ക്യാമറമാൻ ഇന്ത്യൻ റുപ്പിയുടെ ക്യാമറമാനായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എനിക്കും തിരിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കുമാർ സാർ ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നല്ല ഞാൻ ഇങ്ങനെ. അപ്പോൾ ഓൾറെഡി അവർക്ക് അറിയാമല്ലോ ഏതാണ് സീൻ എടുക്കുന്നത്. അതിനകത്ത് നീ എന്താ അഭിനയിക്കണേ? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ കൂടെ നോട്ട് അടിക്കണേ. എടാ നിന്നെ സിനിമയെ കാണൂല. നീ ആവുന്നില്ല, നീ പൊയ്ക്കോന്ന് പറഞ്ഞു എന്നോട്. അഭിനയിക്കുന്നുണ്ടോ, നീ പോയിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് സംവിധായകന് ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞ് കുമാർ സാർ പറയുന്നത്. അപ്പോൾ ഞാൻ അതില്ല സാർ, അത് ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. നീ ഓക്കെയാണെങ്കിൽ ചെയ്തോ അതെ. അത്രേ ഉള്ളൂ. കാരണം അതിന് ഞാൻ മനസ്സിലാക്കിയ കാരണം
രഞ്ജി സാർ വളരെ കൃത്യമായിട്ട് ഇതിനൊരു കാരണം പറഞ്ഞു തന്നിട്ടുണ്ട്. സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. അതിനെയാണ് ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കാരണം. രഞ്ജിയേട്ടനാണ് അടിമുടി ഇൻസ്പിറേഷൻ. അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. തീർച്ചയായിട്ടും എന്നെയല്ല, രഞ്ജി സാറിൻ്റെ അടുത്ത് പോകണ എല്ലാവരും ഇങ്ങനെയാണ് രഞ്ജി സാറ് കൈകാര്യം ചെയ്യുന്നത്. ഞാനിപ്പോൾ രഞ്ജി സാറിനെ കണ്ടിട്ട് 3 വർഷമായി ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട്. പക്ഷേ അങ്ങനെയാണ് നമ്മൾ, മനസ്സുകൊണ്ട് അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ കണ്ട ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം ഇനി കമ്മിങ് ബാക്ക് ടു കിസ്മത്ത്, നമ്മൾ അതിനു വേണ്ടിയില്ലേ തുടങ്ങിയതല്ലേ? ഞാൻ ബിനോയുടെ വിശേഷമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു പോയി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു അങ്ങനെ കിസ്മത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ, എല്ലാം പൊളിഞ്ഞു പോട്ടെ. അല്ല, ഈ കിസ്മത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസിറ്റീവ് സബ്ജക്റ്റാണ്. ചെയ്യുന്നത് ഒരു മലപ്പുറം പോലത്തെ ഒരു നാട്ടിലിരുന്നിട്ട് പൊന്നാനിക്കാരൻ ഒരു ഷാനവാസ്. ഈ പടം ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഷൂട്ട് നടക്കുമ്പോൾ അത് ലീക്കായി പോയിട്ടോ ഇങ്ങനെ ഒരു സാധനം സബ്ജക്റ്റ് വരും? ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഷൂട്ട് നടക്കുമ്പോൾ ഭയങ്കര ഉത്സവമായിരുന്നു പൊന്നാനി. സത്യം പറഞ്ഞാൽ പൊന്നാനിക്കാർ അതൊരു വലിയ ആഘോഷമാക്കിയെടുത്ത ഭയങ്കര രസമായിരുന്നു. മുഴുവൻ സമയം ആൾക്കാർ കൂടെ നിന്ന് കാണുമായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ പിന്നെ ഷാനവാസ് ആണെങ്കിലും അവിടുത്തെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. അപ്പം അവരുടെ കഥ, അവിടുത്തെ നടന്ന കഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ആകാംക്ഷയും സന്തോഷവും പിന്നെ എന്താ പറയുക, അവർക്കൊരു സങ്കടവും ഉണ്ട് അതിൻ്റെ. കാരണം ആ കഥ അങ്ങനത്തെ ഒരു കഥയും കൂടെ. പിന്നെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. പിന്നെ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയിട്ട് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചില തിയേറ്ററുകളിൽ, ഇപ്പോൾ കോഴിക്കോട്, എറണാകുളത്തൊക്കെ ഉള്ള ചില തിയേറ്ററുകളിൽ ആൾക്കാർ കയറിയിട്ട് പ്ലാൻഡായിട്ട് കൂവുന്നുണ്ട്. നല്ല റിപ്പോർട്ടുള്ള ഫിലിം, നല്ല ഫിലിം. അതിന് എന്ത് കാര്യത്തിന് കൂവണത്? അത് എന്ത് കാര്യത്തിന് ആണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരിക്കലും വേറൊരു സിനിമയുടെ ആരാധകർ കയറിയിട്ട് ഈ സിനിമയ്ക്ക് കൂവില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട്. അപ്പോൾ അത് വേറെ എന്തോ രീതിയിൽ ആരെയോ എവിടെയോ എന്താ പറയുക ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ 1-2 ഫോൺ കോളുകൾ പോലും ഷാനവാസിനൊക്കെ വന്നിട്ടുണ്ട്. സിനിമ ഇറങ്ങി അന്നും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ മോശക്കാരായി നിങ്ങൾ കാണിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക തുടർച്ചയായിരിക്കും എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കിസ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിസ്മത്ത് ഒരു പാലേരി മാണിക്യത്തിന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നാടകക്കാർ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്, നാടക പ്രവർത്തകർ അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിൻ്റെ ഒരു 80-90% ആൾക്കാരും കാണുന്ന പുതിയ മുഖങ്ങളെല്ലാം ഒന്നുമല്ല, വളരെ കൃത്യം. അത് ഷാനവാസിന്റെ വളരെ, ഞാൻ പറഞ്ഞ ഷാനവാസ് ഓരോ വ്യക്തികളെ വിലയിരുത്തുന്നത് തന്നെയാണ്. കാരണം എല്ലാം ഷാനവാസിന്റെ സുഹൃത്തുക്കളാണ്. ഭയങ്കര വലിയ സുഹൃത്ത് വലയുള്ള ആളാണ് ഷാനവാസ്. എല്ലാ രാഷ്ട്രീയത്തിനകത്തായാലും സാമൂഹ്യ പ്രവർത്തനത്തിനകത്തായാലും കലാപരമായ പരിപാടികളിലായാലും എല്ലാത്തിലും. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ആൾക്കാരും നല്ല മികച്ച അഭിനയം നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നാടകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ശ്രുതിയും ഷെയ്നും അങ്ങനെ ഒരു 3-4 പേര് മാത്രമേ അല്ലാത്തുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു മാറ്റം നല്ല സുഖമുള്ളൊരു കാര്യമല്ലേ? പുതിയ പുതിയ ആൾക്കാർക്കും നല്ല നല്ല ആശയങ്ങൾക്കും പ്രേക്ഷകർ അല്ലേ സ്വീകരിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഏറ്റവും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ സമൂഹവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥകളെയും കഥാപാത്രങ്ങളെയാണ്. അതെ, ശരിക്കും. അപ്പോൾ അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. രസമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമുള്ള കാര്യം തന്നെ, ചെയ്യുന്നവർക്കും കാണുന്നവർക്കും എല്ലാം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ബിനോയ്ക്ക് ഇനിയും മുന്നോട്ട് പോകുന്തോറും ഇതേപോലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ കൂടുതൽ അനുമോദനങ്ങളും അംഗീകാരങ്ങളും സ്പേസും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങളിൽ ബിനോയിയെ കാണാനുള്ള അവസരം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇങ്ങനെ ഈ കിസ്മത്തിൻ്റെ ഒരു സമയത്ത് തന്നെ ബിനോയ് ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പം എന്തായാലും നമ്മൾ പിരിയുന്നതിന് മുമ്പ് ബിനോയ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞോളൂ. നമ്മുടെ സ്വന്തം നാട് പരപ്പനങ്ങാടിക്കാരനല്ലേ? അപ്പം നമ്മളെ നാടിൻ്റെ സിനിമയും കൂടിയാണ്. മഞ്ചേരിയാണ്. നമ്മളെ നാടിൻ്റെ സിനിമയെ കുറിച്ച് എന്താ പറയുക,
കിസ്മത്ത് എന്ന സിനിമ എല്ലാവരും പോയി കാണണം. നല്ല സിനിമയാണ്. നല്ല സിനിമയെന്ന് മാത്രമല്ല, അത് ശരിക്കും നടന്ന, പൊന്നാനിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള സിനിമയാണ്. അപ്പം എല്ലാവരും കാണുന്നുണ്ട്, നല്ല സിനിമയാണെന്നറിയാം. എന്നാലും നമ്മളെ ഒന്നും കൂടെ പറയാണ്, എല്ലാവരും പോയി കാണണം. പിന്നെ ഈ പരിപാടി ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും ഇനി വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. സന്തോഷം. കിസ്മത്ത് എന്ന സിനിമ പറഞ്ഞും കേട്ടുമൊന്നുമല്ല, ആൾക്കാർ കണ്ട് തന്നെ ഹിറ്റായി. ടിക്കറ്റ് കിട്ടാൻ വരെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നേരത്തെ ബിനോയ് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതറിയില്ല ആർക്കാണ് ഈ അരക്ഷിതമായൊരു തോന്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ചില കലാസൃഷ്ടികൾ കാണുമ്പോൾ അതിലെ ചില ശരികളായിരിക്കാം നമ്മളെ പേടിപ്പിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ കൂവി തെളിയാൻ വേണ്ടിയൊക്കെ തിയേറ്ററിൽ കയറുന്നവർ, അതൊക്കെ വളരെ ബാലിശമായ ഒരു നീക്കങ്ങളാണ് ആരാണ് ചെയ്യുന്നതെങ്കിലും. അതിനപ്പുറം നല്ല കലാസൃഷ്ടികളെ, അത് ചെയ്തവരുടെ നല്ല മനസ്സിനെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുന്നതും എല്ലാം അതൊക്കെയല്ലേ, അവിടെയല്ലേ നമ്മൾ ഈശ്വരനെ കാണുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലെത്തി കിസ്മത്ത് കാണണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇന്ന് വെള്ളി നക്ഷത്രങ്ങൾ ഇവിടെ തീരുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.